ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഈസ്റ്ററിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. മലങ്കര സഭയിൽ ഉയർപ്പ് തിരുനാളിൻ്റെ ശുശ്രൂഷകളോട് ചേർന്ന് വൈദികൻ നടത്തുന്നതായ ഒരു പ്രഖ്യാപനം പ്രകാരമാണല്ലോ. സഹോദരരെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മിശിഹാ തമ്പുരാൻ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ശത്രുക്കളെ തൻ്റെ പിന്നിലേക്ക് അടിച്ചോടിക്കുകയും ചെയ്തിരിക്കുന്നു. മിശിഹാ തമ്പുരാൻ സത്യമായും ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു എന്ന് വിശ്വാസികളായ നാം ഏവരും അതിന് മറുപടിയായിട്ട് പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നു. നമുക്കറിയാം, മനുഷ്യജീവിതത്തിന് വളരെ അർത്ഥം നൽകുന്നതായ ഒരു പ്രഖ്യാപനവും ഏറ്റുപറച്ചിലുമാണ് യേശു തമ്പുരാൻ്റെ ഉയർപ്പിനോട് ചേർന്ന് നമ്മൾ നടത്തുന്നത്. പീഡനങ്ങൾക്കോ മരണത്തിനോ ഒന്നും യേശുവിൻ്റെ ഉയർപ്പിനെ ഇല്ലാതാക്കുവാൻ സാധ്യമല്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിൻ്റെയും നമ്മുടെ വിശ്വാസത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുന്നതിൻ്റെയും അനുഭവമാണ് ഈ ഉദ്ധാന തിരുനാളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. പീഡനങ്ങളുടെയും മരണത്തിൻ്റെയും മുൻപിൽ വിജയശ്രീയിൽ ആളിതനായി നിൽക്കുന്ന യേശുവിനെയാണ് ഈ ഉദ്ധാന തിരുനാളിൽ നാം ഓരോരുത്തരും ദർശിക്കുന്നത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്താണല്ലോ യേശുവിൻ്റെ ഉദ്ധാനം നമ്മൾ കാണുന്നത്. ഇരുട്ടും നിശബ്ദതയുമൊക്കെ ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവമായിരുന്നെങ്കിൽ ഇന്ന് പ്രത്യാശയുടെ നിമിഷങ്ങളായിട്ട് ഈ ഉയർപ്പ് തിരുനാൾ ഈസ്റ്ററിൻ്റെ ദിവസം മാറുകയാണ്. യേശുവിൻ്റെ ഖബറിങ്കലേക്ക് ഓടിയെത്തിയതായ ശിഷ്യന്മാരോടും മഗ്ദലന മറിയത്തോടും ദൂതന്മാർ അരുളി ചെയ്യുന്നത് അവനിവിടെയില്ല, അരുളി ചെയ്തിരുന്നത് പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണല്ലോ. യേശുവിൻ്റെ ഉയർപ്പ് നമുക്കറിയാം, വീണ്ടും ഒരു പരസ്യ ജീവിതത്തിലേക്കുള്ളതായ തിരിച്ചുവരവല്ല നമ്മളവിടെ കാണുക. മറിച്ച് യേശുവിൻ്റെ ഉദ്ധാനം പാപത്തിൻ്റെ മേലുള്ള വിജയവും മരണത്തിൻ്റെ മേലുള്ള വിജയവും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ്റെ വാഗ്ദാനവുമായി ഭവിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിനാൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, നമ്മുടെ പ്രത്യാശ സുരക്ഷിതമാണ്, നമ്മുടെ ഭാവി ഉറപ്പുള്ളതായി മാറുകയാണ്. യേശുവിൻ്റെ ഉയർപ്പ് അല്ലായെങ്കിൽ ഈ ഈസ്റ്റർ തിരുനാൾ നമുക്ക് നൽകുന്നതായ കുറേയേറെ ഗ്യാരൻറ്റികളുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപകളായിട്ട് നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. ഒന്നാമതായിട്ട്, നിരാശയിൽ പ്രത്യാശ നൽകുന്ന അനുഭവമാണ് ഈസ്റ്റർ ഉയർപ്പ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദിവസത്തെക്കുറിച്ച് പറയുന്നത് ഇത് പ്രത്യാശയുടെ ഉത്സവം എന്നാണ്. നമുക്കറിയാം, ആഗോളസഭ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനും ആത്മീയമായ ഒരുക്കത്തിനുമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ചിന്തയും ഇതുതന്നെയാണല്ലോ. പ്രത്യാശയിൽ നിരാശയില്ല, അല്ലായെങ്കിൽ ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിൻ്റ് അസ്. ഇതാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം
അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. രണ്ടാമതായിട്ട് ഈസ്റ്റർ ദിവസം നമുക്ക് നൽകുന്നതായ ഒരു പ്രത്യേകമായ ഗ്യാരൻറ്റി എന്ന് പറയുന്നത് അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാലങ്ങൾ പണിയുവാനുള്ളതായ വലിയൊരു കടമയാണ്. യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കാട്ടിത്തന്നതായ ഈ അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റേതുമായ മാതൃക ഉത്ഥിതനായ യേശുവിൻ്റെ അടുക്കൽ നാം ഓരോരുത്തരും നിൽക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുവാനുള്ളതായ വലിയൊരു ക്ഷണവും അതോടൊപ്പം തന്നെ ഉത്ഥിതൻ നമുക്ക് നൽകുന്ന ഒരു ഗ്യാരൻറ്റിയുമായിട്ട് മാറുകയാണ്. മൂന്നാമതായിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഈസ്റ്റർ മറ്റുള്ളവരിലേക്ക് സുവിശേഷത്തിൻ്റെ സദ്വാർത്തയെ പങ്കിട്ട് നൽകുന്നതിനുള്ളതായ ഒരു അവസരമാണ്. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ അവസരത്തിൽ നമ്മൾ കാണുന്നത് പോലെ മഗ്ദലന മറിയവും സ്ലീഹന്മാരും യേശുവിൻ്റെ കബറിങ്കിലേക്ക് ഓടുന്നതും ഒരുപക്ഷെ അവരുടെ ഓട്ടത്തിൽ നിരാശയുണ്ടായിരുന്നു. അവനവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അവനെന്ത് സംഭവിച്ചു എന്നുള്ളതായ ചോദ്യവും ആകുലതയും ആശങ്കയുമൊക്കെ അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. എന്നാൽ ഉത്ഥിതനായ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോടുന്നത് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ്. മഗ്ദലന മറിയം ശിഷ്യന്മാരോട് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പറയുന്നു. ഉത്ഥിതൻ്റെ പ്രത്യക്ഷീകരണം തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചതായ ശിഷ്യന്മാർ അത് പരസ്പരം പങ്കുവയ്ക്കുകയും പിന്നീട് നമ്മൾ കാണുന്നത് ലോകം മുഴുവൻ ഈ സുവിശേഷത്തെ ഉത്ഥിതൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതും പ്രഘോഷിക്കുന്നതുമാണ്. നമുക്കറിയാം, മഗ്ദലന മറിയത്തോട് യേശു തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ എന്തിനാണ് കരയുന്നത്? മഗ്ദലന മറിയം യേശുവിൻ്റെ കുരിശുമരണത്തിനും അവൻ്റെ കബറടക്കത്തിനും ശേഷം തളർന്നുപോയ മനസ്സുകളുമായിട്ടാണല്ലോ അവൻ്റെ കബറിങ്കിലേക്ക് അതിരാവിലെ തന്നെ ഓടിച്ചെല്ലുന്നത്. അവിടെ കബറിങ്കൽ യേശുവിൻ്റെ ശരീരം കാണാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും നൊമ്പരപ്പെട്ട മനസ്സോടെ നിൽക്കുന്ന മഗ്ദലന മറിയത്തോട് യേശു ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? ഈ ചോദ്യം മഗ്ദലന മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യവും അവൻ നൽകുന്നതായ പ്രത്യാശയും ഏറ്റുവാങ്ങുവാനുള്ളതായ സമയമായി മാറുകയാണ്. ഉത്ഥിതനെ കണ്ട മഗ്ദലന മറിയം അവിടെ നിന്ന് പങ്കുവയ്ക്കലിൻ്റെ അനുഭവമായി ഓടിപ്പോകുന്നത് നമ്മൾ കാണുന്നു. അടുത്തതായിട്ട് ഈ ഈസ്റ്റർ ദിവസത്തിൽ നമുക്ക് കിട്ടുന്നതായ ഒരു ഗ്യാരൻറ്റിയും അതേസമയം തന്നെ നമ്മുടെ ഉത്തരവാദിത്വമായി നമ്മൾ ഏറ്റെടുക്കുന്നതും ഒരു ഒന്നിപ്പിക്കലിൻ്റെ സന്ദേശത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്നതാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്കറിയാം ചിന്നിച്ചിതറിപ്പോയ ശിഷ്യന്മാരെ ഒരുമിപ്പിക്കുന്നതായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. യേശുവിൻ്റെ കുരിശുമരണം അവരെ വേദനയിൽ ആഴ്ത്തിയെങ്കിൽ ലക്ഷ്യമില്ലാതെ അവരുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുന്നതിനതിടയാക്കിയെങ്കിൽ വീണ്ടും ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യം അവരെ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നത്തെ കാലഘട്ടത്തോട് ചേർന്ന് ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിലയിരുത്തലിൻ്റെ ഒരു സമയം കൂടിയായിട്ടത് മാറണം. ഉത്ഥിതനായ യേശുവിനെ കണ്ട ശിഷ്യന്മാർ കൂട്ടായ്മയുടെ അനുഭവത്തോടാണ് ചേർന്ന് നിൽക്കുന്നത്. കൂട്ടായ്മയിലേക്കാണ് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നത്. ഇന്ന് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഈ കഴിഞ്ഞ 50 ദിവസങ്ങളായി വലിയ നോമ്പിൻ്റെ ചൈതന്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വർജനയും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം ആത്മീയമായ ഒരുക്കത്തോടു കൂടി നടത്തി അതിൻ്റെ പരിസമാപ്തിയിൽ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാനും നിങ്ങളുമൊക്കെ ഉത്ഥിതനായ യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യത്തെ ഈസ്റ്റർ ദിവസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ കൂട്ടായ്മയുടെ അനുഭവം നൽകുന്നതിന് വേണ്ടിയാണോ നമ്മൾ പരിശ്രമിക്കുന്നത്?
കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയാണോ നമ്മൾ പരിശ്രമിക്കുന്നത്? അതോ മറ്റുള്ളവരെ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വിഭജനത്തിൻ്റെയും വിഘടനത്തിൻ്റേതുമായ മനോഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റേതുമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുന്നതിന്, വിലയിരുത്തുന്നതിനുള്ളൊരവസരം കൂടിയാണല്ലോ ഈസ്റ്റർ. ഈസ്റ്ററിൻ്റെ ദിവസത്തിൽ സുവിശേഷമായി നമ്മൾ കേൾക്കുന്നതായ യേശുതമ്പുരാൻ്റെ മനോഹരമായ വചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇന്ന് മറ്റുള്ളവരുടെ മേൽ ചെളിവാരി എറിഞ്ഞുകൊണ്ട് സ്വയം എളിഭ്യരാകുന്ന, പരിഹാസിതരാകുന്ന ആളുകൾ അത് സഭയിലും സമൂഹത്തിലും ഒക്കെ നമ്മൾ കാണുകയാണല്ലോ. നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ യേശു സാന്നിധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ല, മറിച്ച് പ്രത്യേകമായ ഉത്തരവാദിത്വം ലഭിച്ചിട്ടുള്ളവർ എന്ന നിലയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ളതായ ഒരു പ്രത്യേകമായ ദൗത്യം, ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഈ ദിവസം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദിവസത്തോട് ചേർന്ന് നൽകുന്നതായ ഒരു ചിന്ത, ഈസ്റ്റർ ശവകുടീരങ്ങൾ തുറക്കപ്പെടുന്ന ദിവസമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് ചേർന്ന് നമ്മൾ കാണുന്നതായ ശവകുടീരങ്ങൾ അത് തുറന്ന് പുതിയ ഒരു ജീവിതത്തിലേക്ക്, ജീവിത ബന്ധാവിലേക്ക് കടന്നു വരുന്നതിനുള്ളൊരവസരമായിട്ട് ഈസ്റ്റർ നമുക്ക് സന്ദേശമായി നൽകുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നു എല്ലാമുണ്ടെന്ന് നമ്മൾ കരുതുമ്പോഴും, പ്രത്യേകിച്ച് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടെ എല്ലാം സാധ്യമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും എന്തോ ഒരു ശൂന്യതാബോധം, ഒരു നഷ്ടപ്പെടലിൻ്റെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർന്ന് നമ്മൾ കാണുന്നു. നിരാശയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെയാണ് കൂടെ നടന്ന് സംസാരിക്കുന്ന ഉദ്ധിതനെ നമ്മൾ കാണുന്നത്. പ്രാതൽ തയ്യാറാക്കി കാത്തു നിൽക്കുന്ന ഉദ്ധിതനെ നമ്മൾ കാണുന്നത്. വലയെറിയേണ്ട ദിശ കാണിച്ചു തരുന്ന ഉദ്ധിതനെ നമ്മൾ കാണുന്നത്. തൻ്റെ മുറിപ്പാടുകളോട് ചേർത്ത് വെച്ച് തൻ്റെ സ്നേഹം, കരുതൽ പകർന്നു നൽകുന്ന ഉദ്ധിതനെ നമ്മൾ കാണുന്നത്. ഇപ്രകാരം ഉദ്ധിതനായ യേശു തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവനെ നമ്മൾ കാണാതെ പോകരുത്, അവനെ നമ്മൾ കേൾക്കാതെ പോകരുത്. ഉദ്ധിതൻ നമ്മെയും മാടി വിളിക്കുകയാണ്. ചേർത്ത് നിർത്തുവാൻ, ആശ്വാസം നൽകുവാൻ, സൗഖ്യം നൽകുവാൻ, അപ്പം മുറിച്ച് നൽകുവാൻ, അന്ധമായ നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ, സന്തോഷവും സമാധാനവും നമ്മിലേക്ക് ഒഴുക്കുവാൻ അവനിതാ നമ്മുടെ മുൻപിൽ ഉദ്ധിതനായി കടന്നു വരുന്നു. ഉദ്ധിതനോടൊപ്പം നമുക്കും നടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഈസ്റ്ററിൻ്റെ സന്തോഷവും സമാധാനവും ആത്മാർത്ഥമായിട്ട് നേരുന്നതോടൊപ്പം നമുക്ക് ഈ കാലഘട്ടത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഉദ്ധിതൻ്റെ സാന്നിധ്യം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നിരാശപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുമ്പോൾ അവരിലേക്ക് ഉദ്ധിതൻ നൽകുന്നതായ പ്രകാശം കടന്നു വരുവാൻ, അവരെയൊക്കെ പ്രകാശിപ്പിക്കുവാൻ, പ്രത്യാശയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഈ ഈസ്റ്ററിന് സാധിക്കട്ടെ, ഈ തിരുനാളിന് സാധിക്കട്ടെ. നമ്മുടെ ആഘോഷങ്ങൾ അതിന് കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.